നമസ്കാരം. മനുഷ്യർക്ക് എങ്ങനെ പുനർജനിക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. സോ ബേസിക്കലി പുതിയ നിയമത്തിലൊരു ഫാരിസി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് നിക്കഡേമസ് എന്നായിരുന്നു. സോ അദ്ദേഹം ഒരു രാത്രി യേശുവിനെ കാണാൻ ചെന്നു. അതിനുശേഷം യേശുവിനോട്, അല്ലയോ ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ ദൈവത്തിൽ നിന്നാണ് വന്നതെന്ന്. അപ്പോൾ യേശു പറഞ്ഞു, തീർച്ചയായും ഞാൻ പറയുകയാണ്, അൺലെസ് യു ആർ ബോൺ അഗെയിൻ, നിങ്ങൾ പുനർജനിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കിങ്ഡം ഓഫ് ഗാഡിൽ കയറാൻ സാധിക്കില്ലെന്ന്. അപ്പോൾ നിക്കഡേമസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ബോൺ അഗെയിനോ, അതായത് വീണ്ടും പുനർജനിക്കാനോ? എനിക്ക് മനസ്സിലാകുന്ന പോലുമില്ല. ഞാൻ ഓൾറെഡി ഒരു വളർന്ന യുവാവാണ്. വളർന്ന യുവാവല്ല, ഞാൻ ഓൾറെഡി ഒരു അഡൽട്ടാണ്. സോ ഞാൻ വീണ്ടും എങ്ങനെയാണ് തിരിച്ചെൻ്റെ അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് വീണ്ടും പുനർജനിക്കുന്നതെന്ന് നിക്കഡേമസ് തിരിച്ച് യേശുവിനോട് ചോദിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, കാരണം നമ്മളെല്ലാം ഫ്ലഷ് വഴിയാണല്ലോ വന്നത്. നിങ്ങളുടെ അച്ഛനും അമ്മയിൽ നിന്ന് വന്ന്, ഞാൻ എൻ്റെ അച്ഛനും അമ്മയിൽ നിന്ന്. പക്ഷേ യേശു പറഞ്ഞു, ഫ്ലഷിൽ നിന്ന്, അതായത് മാംസത്തിൽ നിന്ന് വരുന്നത് മാംസവും, അതല്ലെങ്കിൽ ജഡത്തിൽ നിന്ന് വരുന്ന ജഡവും, സ്പിരിറ്റിൽ നിന്ന് വരുന്നത് സ്പിരിറ്റുമാണെന്ന്. എന്നിട്ട് യേശു പറഞ്ഞു, ട്രൂലി ഐ ടെൽ യു, തീർച്ചയായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വീണ്ടും നിങ്ങൾ ആത്മാവിനാലും വെള്ളത്താലും പുനർജനിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ, അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഹെവനിൽ കയറാൻ സാധിക്കില്ലെന്ന്. സോ നിങ്ങൾക്ക് ഗാർഡൻ ഓഫ് ഈഡൻ്റെ കഥ അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ ബേസിക്കലി ആദവും അവയും ആ ഗാർഡനിൽ അവർ പാപം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സ്പിരിറ്റ് ഓഫ് ഗാഡ് നമ്മളുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ പാപം ചെയ്തതോടുകൂടി അവരുടെ ഉള്ളിൽ നിന്ന് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് വിട്ടുപോയി. സോ ബേസിക്കലി അതാണ് യേശു ഇവിടെ വന്ന് മരിക്കുകയും നമുക്ക് ഈ സാൽവേഷനുള്ളൊരു വഴി ഒരുക്കി തീർന്നുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള ഒരു സൗകര്യം ദൈവം ഒരുക്കി തന്നതും ആ സ്പിരിറ്റ് ഓഫ് ഗാഡ് തിരിച്ച് കിട്ടാൻ വേണ്ടിയാണ്. സോ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ റിപ്പൻറ്റ് ചെയ്യുക, അതായത് നമ്മൾ പാപിയാണെന്ന് നമ്മൾ ഏറ്റുപറയുകയും അതുപോലെ തന്നെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുകയും ചെയ്യുന്നതോടുകൂടി ബൈബിൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ആത്മാവ് രക്ഷിക്കപ്പെടുകയും നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ ഒരിടം ലഭിക്കും എന്നതും കൂടിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. എൻ്റെ മലയാളം അത്ര കുറച്ച് വീക്കാണ്, സോ നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.